ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. സന്ധ്യ അർച്ചന പ്രഗ്നന്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും വിഷമത്തോടെ നിൽക്കുകയാണ്. തുടർന്ന് നന്ദൻ പറയുകയാണ്, എടാ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടല്ലോ, നിന്റെ സമയം ഇപ്പോൾ ആയി കാണില്ല. നീ ഒരു കാര്യം ചെയ്, അർച്ചനെ ചെന്ന് സമാധാനിപ്പിച്ച് വിളിച്ചുകൊണ്ടുവാ. അങ്ങനെ സച്ചി അകത്തേക്ക് ചെല്ലുമ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അർച്ചന. താൻ എന്തിനാടോ ഇപ്പൊ കരയുന്നതെന്ന് സച്ചി ചോദിക്കുമ്പോൾ അർച്ചന പറയുകയാണ്, അത് സച്ചേട്ടാ, നമ്മളും എല്ലാവരും ആഗ്രഹിച്ചതല്ലേ. എടോ, നമ്മളുടെ സമയമായി കാണില്ല. താൻ അതിന് ഇങ്ങനെ വിഷമിക്കുകയൊന്നും വേണ്ട. ദേ സന്ധ്യ ഡോക്ടർ ഇറങ്ങാൻ നിൽക്കുകയാ, താൻ അങ്ങോട്ടേക്ക് വാ. തുടർന്ന് സച്ചിയും അർച്ചനയും കൂടി പുറത്തേക്ക് വരുമ്പോൾ അർച്ചനയുടെ വിഷമമുള്ള മുഖം കണ്ടിട്ട് നന്ദൻ പറയുകയാണ്, അതെ, ഈ അർച്ചനെ എനിക്കിഷ്ടമില്ല. ആകാശം പൊട്ടി വീണാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് പ്രസരിപ്പോടെ നിൽക്കുന്ന അർച്ചനയാ ഞങ്ങൾക്കൊക്കെ ഇഷ്ടം. ഡോക്ടർ പറഞ്ഞതുപോലെ നമുക്കെല്ലാവർക്കും കാത്തിരിക്കാം. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ എല്ലാ കാര്യങ്ങളും ആഘോഷമായി തന്നെ നടത്തൂ. തുടർന്ന് അവന്തിക പറയുകയാണ്, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയട്ടെ നന്ദേട്ടാ. ഇപ്പൊ ഇവിടെയുള്ള എല്ലാവരുടെയും സമാധാനം കളയുന്ന എന്തെങ്കിലും ആണെങ്കിൽ പറയണ്ടെന്ന് നന്ദൻ പറയുന്നു. സച്ചിയുടെയും അർച്ചനയുടെയും വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും നാളായല്ലോ. ഇതുവരെ അർച്ചന പ്രഗ്നന്റ് ആകാത്തത് കൊണ്ട് ഒരു ചെക്കപ്പ് നടത്തിയാൽ കൊള്ളാമായിരിക്കുമെന്നാ എനിക്ക് തോന്നുന്നത്. മറ്റെങ്ങും പോകണ്ടല്ലോ, സന്ധ്യയുടെ ഹോസ്പിറ്റലിൽ തന്നെ ചെക്ക് ചെയ്യാലോ എന്ന് അവന്തിക പറയുമ്പോൾ നന്ദൻ പറയുകയാണ്, ഇന്നെന്റെ ഭാര്യ പറയുന്ന രണ്ടാമത്തെ നല്ലൊരു കാര്യമായത്. സച്ചി, അത് നല്ലതാ. സന്ധ്യ പിന്നെ കാര്യങ്ങളെല്ലാം നോക്കിക്കോളുമെന്ന് നന്ദൻ പറയുമ്പോൾ സേതു പറയുകയാണ്, അതേ മോളെ, ഇവരെ രണ്ടുപേരും ഏറ്റവും അടുത്ത ദിവസം തന്നെ ഹോസ്പിറ്റലിലേക്ക് വരും. തുടർന്ന് അവരോട് യാത്ര പറഞ്ഞ് സന്ധ്യ പുറത്തേക്കിറങ്ങുമ്പോൾ അവന്തിക സന്ധ്യയുടെ പിന്നാലെ പോവുകയാണ്. അർച്ചന ഗർഭിണിയല്ലാത്തതിന് അവരൊക്കെ വിഷമിക്കുന്നത് കണ്ടാൽ കാര്യം മനസ്സിലാക്കാം. പക്ഷേ നിനക്കെന്താ ഇത്ര വിഷമം? ഇതിപ്പോ അർച്ചനേക്കാൾ വിഷമം നിനക്കാണല്ലോ എന്ന് അവന്തിക പറയുമ്പോൾ സന്ധ്യ പറയുകയാണ്, ഇത്രയും തരം താഴ്ന്ന കളിയെല്ലാം കളിക്കാനേ നിന്നെ കൊണ്ടേ ആകൂ. എന്നാലും ഇതിത്തിരി കടന്നുപോയെന്ന് സന്ധ്യ പറയുമ്പോൾ അവന്തിക പറയുകയാണ്, നീയൊക്കെ എന്ത് കരുതി ഈ മതിൽക്കെട്ടിനകത്ത് എന്നെ തളച്ചിടാമെന്നോ? ഈ വീടിന്റെ അകത്ത് തന്നെ നിന്ന് നിനക്ക് പണി തരാനേ ഈ അവന്തികയെ കൊണ്ടാകും. ഇതോടെ എല്ലാം തീർന്നെന്നാണോ നീ കരുതുന്നത്? ഇത് വെറും ട്രെയിലർ മാത്രമാ. മുഴുവൻ പടം ഞാൻ റിലീസ് ചെയ്യാൻ പോകുന്നതേയുള്ളൂ. അത് റിലീസായാലേ നെല്ലിശ്ശേരി വീട് ഒരു മരണ വീട് പോലെ ആയിരിക്കും. നിന്നെക്കൊണ്ട് തന്നെ ഞാൻ സത്യങ്ങളെല്ലാം എല്ലാവരോടും പറയിപ്പിക്കും. അർച്ചനയ്ക്ക് ഒരു കുഞ്ഞുണ്ടാകില്ലെന്ന് നിന്റെ വായിൽ നിന്നും കേൾക്കുന്ന ആ സത്യം കേട്ട് ഇവിടെ എല്ലാവരും തരിച്ചു നിൽക്കുന്ന കാഴ്ചയെ എനിക്കൊന്ന് കാണണം. എന്റെ കാണാതെ പോയ ഭർത്താവിനെ കണ്ടുപിടിച്ചു കൊണ്ടുവന്ന സന്തോഷത്തിലെ അർച്ചനയ്ക്ക് ഞാൻ നൽകുന്ന സമ്മാനമാ തോരാനാകാത്ത കണ്ണീര്. പിന്നെ നിനക്കുള്ള സമ്മാനം അത് ഞാൻ തരുന്നുണ്ട് സന്ധ്യ ഡോക്ടറെ എന്ന് പറഞ്ഞ് അവന്തിക അകത്തേക്ക് പോകുന്നു. തുടർന്ന് സന്ധ്യ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് കമല മീരയുടെ ഫോണിലേക്ക് വിളിക്കുന്നതാണ്. എന്തായി മോളെ, ഡോക്ടർ ഇതുവരെ വന്നില്ലേ? അതമ്മേ, ഡോക്ടർ വന്നു. പക്ഷേ അർച്ചനയ്ക്ക് ഗർഭിണിയായതിന്റെ ലക്ഷണങ്ങളൊന്നുമല്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. ഇവിടെ എല്ലാവരും വലിയ പ്രതീക്ഷയിലായിരുന്നെന്ന് മീര പറയുമ്പോ എന്നാ ശരി മോളെ എന്ന് പറഞ്ഞ് കമല കോള് കട്ട് ചെയ്യുന്നു. തുടർന്ന് ആകെ തകർന്നിരിക്കുന്ന കമലയോട് മാഷ് പറയുകയാണ്, കമലെ, ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞതില്ലേ അമിത പ്രതീക്ഷ വേണ്ടെന്ന്. എന്നാലും എൻ്റെ മാഷേ, എൻ്റെ മോള് പ്രതീക്ഷിച്ച് കാണില്ലേ അവളൊരു അമ്മയാകാൻ പോകുന്നെന്ന്. എല്ലാ സൗഭാഗ്യങ്ങളും അവൾക്ക് കൊടുത്തിട്ട് ഈ ഭാഗ്യം മാത്രം ഈശ്വരൻ അവൾക്ക് കൊടുത്തില്ലല്ലോ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് കമല. എന്നാലും നമ്മൾ പേടിച്ച പോലെയൊന്നും സംഭവിച്ചില്ലല്ലോ, അത് തന്നെ നല്ല കാര്യം എന്ന് പറഞ്ഞ് കമലയെ സമാധാനിപ്പിക്കുകയാണ് മാഷ്. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അവന്തിക പുറത്തിരുന്നു കൊണ്ട് മനസ്സിൽ പറയുകയാണ്, അതെ, ഇനി അത് തന്നെയാ ചെയ്യേണ്ടത്. ഇനിയും ഇതിങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ നന്ദൻ എന്നോടുള്ള അവഗണന കൂടത്തേയുള്ളൂ. ഇനി കളം മാറ്റി ചവിട്ടേണ്ട സമയമായിരിക്കുകയാണ്. സ്നേഹം അഭിനയിക്കണം. എനിക്ക് പകയില്ലെന്നുള്ള രീതിയിൽ സ്നേഹം അഭിനയിച്ചുകൊണ്ടേയിരിക്കണം. അതേസമയം നന്ദൻ അങ്ങോട്ടേക്ക് വരികയാണ്. നന്ദനെ കണ്ടയുടൻ പെട്ടെന്ന് തന്നെ അവന്തിക അകത്തേക്ക് ഓടിപ്പോകുന്നു. പിന്നീട് കാണിക്കുന്നത് നന്ദൻ അകത്തേക്ക് കയറുന്നതാണ്. അതേസമയം സേതുമാധവൻ നന്ദനോട് ഓഫീസൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നു. കുറെ കാലം ഒന്നും ചെയ്യാത്തതിന്റെ ഒരു ടെൻഷൻ അത്ര തന്നെ അച്ഛാ, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് നന്ദൻ പറയുമ്പോൾ എല്ലാം അതിൻ്റെതായ സമയമെടുത്ത് ചെയ്താൽ മതിയെന്ന് സേതുമാധവൻ പറയുന്നു. അതേസമയം അവന്തിക നന്ദനുള്ള ചായയുമായിട്ട് അങ്ങോട്ടേക്ക് വരികയാണ്. അച്ഛന് ചായ വേണോ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ വേണ്ടെന്ന് സേതു പറയുന്നു. ഇന്നാ നന്ദേട്ടൻ ക്ഷീണിച്ചു വന്നതല്ലേ, ചായ കുടിക്കാൻ അവന്തിക പറയുമ്പോൾ നന്ദൻ പറയുകയാണ്, എനിക്ക് ചായ വേണ്ട, ഈ ശീലങ്ങളൊക്കെ ഞാൻ മാറ്റിക്കൊണ്ടുവരികയാണ്. അവന് വേണ്ടെങ്കിൽ നിർബന്ധിക്കേണ്ട മോളെ എന്ന് സേതു പറയുന്നു. അതേസമയം അവന്തിക ചായയുമായിട്ട് അടുക്കളയിലേക്ക് പോകുമ്പോൾ സേതു പറയുകയാണ്, എടാ, നീ ഒരു വിധത്തിലും അവളെ വിഷമിപ്പിക്കരുത്. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദൻ മുറിയിലേക്ക് പോകുന്നു. പിന്നീട് അവന്തിക വീണ്ടും ചായയുമായിട്ട് നന്ദന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്.
നിനക്കെന്താ ഒരു തവണ പറഞ്ഞാൽ മനസ്സിലാകില്ലേ എന്ന് നന്ദൻ ചോദിക്കുന്നു. നന്ദേട്ടാ, എന്നോട് ഒരു തവണ ക്ഷമിച്ചൂടെ എന്ന് അവന്തിക ചോദിക്കുമ്പോ, നീ ചെയ്ത ഏത് കാര്യത്തിനാ ഞാൻ ക്ഷമിക്കേണ്ടതെന്ന് നന്ദൻ ചോദിക്കുന്നു. കുറെ കൊല്ലം എന്നെ പിടിച്ചു പൂട്ടിയിട്ടതിനോ, അതോ എന്നെ അവിടെ വെച്ച് കൊല്ലാക്കൊല ചെയ്തതിനോ, അല്ലെങ്കിൽ നീ എന്റെ വീട്ടുകാരെ കൊല്ലാൻ നടക്കുന്നതിനോ? ഏതിനാ ഞാൻ നിന്നോട് ക്ഷമിക്കേണ്ടത്? നിന്റെ കുറ്റങ്ങൾക്കൊന്നും ഒരിക്കലും മാപ്പില്ല അവന്തികെ. ശിക്ഷ മാത്രമേ ഉള്ളൂ. ശിക്ഷ അനുഭവിച്ച് നിനക്ക് ജീവനുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്റെ വിധി നടപ്പിലാക്കും. പിന്നെ ഈ ചായ, ഇതെന്ത് വിശ്വസിച്ചാ ഞാൻ കുടിക്കുന്നത്? ഇതിൽ നീ എന്തെങ്കിലും വിഷം കലർത്തിയിട്ടുണ്ടോ എന്ന് ആർക്കറിയാം? നീ ഇനി എത്രയൊക്കെ അഭിനയിച്ചാലും എന്റെ മനസ്സ് അലിയാനേ പോകുന്നില്ല അവന്തികെ. ഇപ്പോഴായി ഞാൻ എന്നെ തന്നെ നിയന്ത്രിച്ചു നിർത്തിയിരിക്കുകയാണ്. ഇനി നീയായിട്ട് ഇങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടാക്കി എന്നെക്കൊണ്ട് സത്യങ്ങൾ വിളിച്ചു പറയിപ്പിക്കാൻ നിൽക്കരുത്. അത്രയും പറഞ്ഞ് നന്ദൻ പോകുമ്പോ തന്റെ പണി പാളി ദേഷ്യത്തിൽ നിൽക്കുകയാണ് അവന്തിക. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.